ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ക്രിസ്മസ് ജേർണലിങ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡയറിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ കോഴിക്കോട് നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. നമ്മുടെ ഡയറിയിൽ നമുക്കൊരു പേജ് കണ്ടെത്താം. നമുക്ക് ഡിസംബർ തന്നെ നോക്കാം പേജ്. ഡിസംബർ. അപ്പോൾ നമ്മൾ ജേർണൽ ചെയ്യാൻ പോകുന്ന പേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇതിന് ക്രിസ്മസ് ആയിട്ട് വരുന്നത് ഈ ഒരു റെഡാണ്. നമുക്ക് ഇതെടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു ക്രിസ്മസ് ആണ്, ക്രിസ്മസ് ട്രീ ഒക്കെ വേണ്ടേ. ആദ്യം ഒരു ക്രിസ്മസ് ട്രീ വരയ്ക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഡേ എനിക്ക് പറ്റുമ്പോൾ ഞാനൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കളർ ചെയ്യാം. നമുക്ക് അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ ഗ്രീൻ പെയിൻ്റ് എടുക്കാം. ഗ്രീൻ ദിസ് അപ്പോൾ നമുക്ക് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഗ്രീൻ വെച്ച് ചെയ്തിട്ടുണ്ട്. എന്താ നമുക്ക് ഒരു മരം മതിയുണ്ട്. അതിന് വേണ്ടി ഞാൻ സ്കെച്ച് എടുത്തിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മരവും വരച്ചെടുത്തു. ഇനി നമ്മുടെ മേലത്തെ സ്റ്റാർ ഉണ്ടല്ലോ, സ്റ്റാർ പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ലൈറ്റ്സ് ഒക്കെ കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റാറും ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് ഒരു മരവും അതിൻ്റെ മേലൊരു സ്റ്റാറുമാണ്. ഇനി നമ്മളുടെ സ്റ്റിക്കർ എടുത്തിട്ട് ഇതിൽ നിന്നെടുത്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഏതെടുക്കും? പിന്നെ ക്രിസ്മസ് തീം റെഡാണോ? പക്ഷേ ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട് ഒന്നും പറ്റില്ല. നമുക്ക് ഈ ഒരു എന്തെടുക്കാം? ഈ ഒരു ഇതെടുക്കട്ടെ. ഈ ഒരു സ്റ്റിക്കർ നമുക്കത് അവിടെ ഒട്ടിച്ചു കൊടുത്താലോ? എന്താ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ട്രീം ഇതാണ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് എന്താക്കാം? നല്ല കുറച്ച് ലൈറ്റ്സും നമുക്കൊന്ന് ഭംഗിയാക്കാം. ക്രിസ്മസിന് ഇതുണ്ടേ. ഓക്കെ, റെഡ് എടുക്കാം. നമുക്ക് ഇനി ഒന്ന് യെല്ലോനെ കൊണ്ട് വരച്ചു കൊടുക്കാം. യെല്ലോ, പേസ്റ്റൽ യെല്ലോ ആണത്. പേസ്റ്റൽ യെല്ലോ. ഞാൻ ഓൾഡ് റെഡ് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വരയ്ക്കാം. യെല്ലോ ആൻഡ് റെഡ് വെച്ചാണ് നമ്മൾ ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റിക്കർ കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.